കോട്ടുക്കൽ ഗുഹാക്ഷേത്രം കൊല്ലം ജില്ലയിലെ ചടയമംഗലം താലൂക്കിലെ കടയ്ക്കലിനടുത്തുള്ള ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ കോട്ടുക്കൽ എന്ന സുന്ദര ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകശിലയിൽ കൊത്തിയെടുത്ത അതിപുരാതന ക്ഷേത്രമാണ് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. ഒറ്റക്കല്ലിൽ തീർത്ത ഗുഹയ്ക്കുള്ളിൽ 2 ശിവക്ഷേത്രങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൽത്തിരിക്കോവിൽ അഥവാ കൽത്രിക്കോവിൽ എന്നും ഇതിനെ വിളിച്ചു വരുന്നു. നിരവധി ഗുഹാക്ഷേത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാടെങ്കിലും ഈ ഗുഹാക്ഷേത്രം അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു. പരമശിവനും മഹാഗണപതിയും നന്ദികേശനും ഹനുമാനും ഒരേ സ്ഥലത്ത് പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രം. ഒരു കമാനത്തിന് കീഴെ ഒരൊറ്റ പൂർണ്ണക്ഷേത്രമേ സാധാരണ കാണാറുള്ളൂ. എന്നാൽ ഇവിടെ 2 ക്ഷേത്രങ്ങളാണ് പണിതിട്ടുള്ളത്. രണ്ടിലും ശിവഭഗവാന്റെ സ്വയംഭൂ പ്രതിഷ്ഠയും ഒപ്പം 2 ഗണപതി പ്രതിഷ്ഠകളും. ഇത്തരത്തിലുള്ള അപൂർവ ക്ഷേത്രങ്ങളെ ദ്വൈതക്ഷേത്രം എന്നറിയപ്പെടുന്നു. ഭാരതത്തിൽ വളരെ അപൂർവമായേ ദ്വൈതക്ഷേത്രങ്ങളുള്ളൂ. അതിലൊന്നാണ് ഈ ക്ഷേത്രം. കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം. പൂജ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ. കുംഭമാസത്തിലെ മഹാശിവരാത്രി ദിവസമാണ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. ഒപ്പം വിനായക ചതുർത്ഥിയും വളരെ വിപുലമായി തന്നെ ആഘോഷിക്കുന്നു. ക്ഷേത്രം നിർമ്മിച്ചതിന് കൃത്യമായ രേഖകളില്ല. ക്ഷേത്രോത്പത്തിയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമാണ് ചരിത്രകാരന്മാർക്കുള്ളത്. ഏകദേശം 3 പുരുഷായുസ് മുഴുവൻ ഹോമിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. AD 7-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ക്ഷേത്ര നിർമ്മിതി നടന്നതായി കരുതപ്പെടുന്നു. യന്ത്രങ്ങളുടെ സഹായമില്ലാതെ പരമ്പരാഗതമായ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ക്ഷേത്രം കൊത്തിയെടുത്തിട്ടുള്ളത്. AD 16-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയുടെ തെക്കുഭാഗത്ത് പമ്പാനദിക്കും കന്യാകുമാരിക്കും ഇടയ്ക്ക് നിലനിന്നിരുന്ന ആയ് രാജവംശത്തിന്റെ ഭാഗമായിരുന്നു ഇന്നത്തെ ചടയമംഗലം പ്രദേശമെന്ന് കരുതാവുന്നതാണ്. ചടയമംഗലത്തിന്റെ അയൽ ഗ്രാമമായ ആയൂർ എന്ന പ്രദേശത്തിന് ആയ് രാജവംശവുമായി നേരിട്ട് ബന്ധമുണ്ടാവുന്നതിന്റെ തെളിവാണ് പ്രസ്തുത സ്ഥലനാമം. AD 765-നും 815-നും മധ്യേ പാണ്ഡ്യരാജ്യം ഭരിച്ചിരുന്ന ജഡിലപരാന്തക നെടുംചടയൻ എന്ന രാജാവ് ആയ് രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ പാണ്ഡിപ്പട താവളമടിച്ച സ്ഥലമാണ് പിൽക്കാലത്ത് ചടയമംഗലം എന്നറിയപ്പെട്ടത്. 7-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവ് ജഡിലപരാന്തക നെടുംചടയൻ ചടയമംഗലത്ത് ആധിപത്യം സ്ഥാപിച്ച കാലത്തോ അതിനുശേഷമോ ആയിരിക്കണം കോട്ടുക്കൽ ഗുഹാക്ഷേത്രം പണിതത് എന്നും ചില ചരിത്രകാരന്മാർ പറയുന്നു. ശിവലിംഗ പ്രതിഷ്ഠയും ശിവന്റെ ഭൂതഗണാംഗമായ ശൂലധാരിയായ കാവൽക്കാരനുമുള്ള ക്ഷേത്രങ്ങൾ പാണ്ഡ്യദേശത്തുണ്ടാകുന്നത് ജഡിലപരാന്തകന്റെ കാലഘട്ടത്തോടുകൂടിയാണ്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിലും ഈ പ്രത്യേകതയാണ് കാണാൻ കഴിയുന്നത്. പല്ലവ രാജഭരണകാലത്താണ് ഈ ഗുഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നും ചില ചരിത്രകാരന്മാർ പറയുന്നു. രണ്ടാമത്തെ, അതായത് ഇടതുവശത്തെ ഗുഹയുടെ മുന്നിൽ നോക്കിയാൽ 2 തൂണുകൾ നിൽക്കുന്നത് കാണാം. ഒരു മണ്ഡപവുമുണ്ട്. എന്നാൽ ഒന്നാമത്തെ ഗുഹയിൽ ഇവയില്ല. ഇതാണ് പുരാവസ്തു വകുപ്പ് ഈ ക്ഷേത്രം പല്ലവ രാജഭരണകാലത്താണ് നിർമ്മിച്ചത് എന്ന് പറയുവാനുള്ള ഒരു കാരണം. പല്ലവ രാജാക്കന്മാർ കേരളത്തിൽ ഭരണം നടത്തിയിരുന്നില്ല. എന്നാൽ തമിഴ്നാട്ടിൽ പല്ലവ ഭരണം നിലനിന്നിരുന്നു. ഇവരുടെ ഭരണകാലത്താണ് ഗുഹാക്ഷേത്രങ്ങളുടെ നിർമ്മാണം കൂടുതലും നടന്നത്. അജന്ത, എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ ഉൾപ്പെടെ നിരവധി ഗുഹാക്ഷേത്രങ്ങൾ പല്ലവന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പല്ലവ കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങളിലെല്ലാം ഹനുമാൻ ഒഴിച്ചുകൂടാനാവാത്ത ആരാധനാമൂർത്തിയായിരുന്നു. കോട്ടുക്കലിലും ശിവന് കാവലായി ഹനുമാൻ പ്രതിഷ്ഠയുണ്ട്. പരമശിവൻ ശ്രീ പാർവതിയെ കാണാനെത്തിയപ്പോൾ കാവലായി ഗണപതിയെ ഏർപ്പെടുത്തി. എന്നാൽ ഇടയ്ക്ക് ഗണപതിക്ക് മറ്റെന്തോ ആവശ്യത്തിന് പോകേണ്ടി വന്ന സമയത്ത് ഹനുമാനെ കാവൽ നിർത്തിയെന്നും അതിൻ്റെ സ്മരണാർത്ഥമാണ് ഹനുമാൻ പ്രതിഷ്ഠയെന്നും മറ്റൊരു വിശ്വാസം കൂടിയുണ്ട്. ആ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് പല്ലവരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഹനുമാൻ പ്രതിഷ്ഠയും സ്ഥാനം പിടിച്ചത്. അതുകൊണ്ടാവാം അവിടുത്തെ ക്ഷേത്രങ്ങളിലെ ദ്വാരപാലകനായ ഹനുമാനെ ഇവിടെയും കൊണ്ടുവന്നത്. ക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിലെ മറ്റൊരു കാരണം ഇങ്ങനെയുമാകാം. തമിഴ് സ്വാധീനം വളരെയേറെ ഉണ്ടായിരുന്ന നാടാണ് കൊല്ലം. കാലങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കോട്ട വഴി വനമേഖലയിലൂടെ 30 കിലോമീറ്ററോളം നടന്നാൽ കുടുകേത്തുപാറ വഴി ചണ്ണപ്പേട്ട എത്താൻ കഴിയുമായിരുന്നു. അവിടെ നിന്നും ചരിമ്പറമ്പ് വഴി ഇവിടെ എത്തുവാനുള്ള എളുപ്പ വഴിയുമുണ്ടായിരുന്നു. ഈ വഴിയിലൂടെ ധാരാളം തമിഴ്നാട്ടുകാർ നടന്ന് ഈ പ്രദേശങ്ങളിൽ എത്തുമായിരുന്നു. അതിന് തെളിവായി ഈ പ്രദേശത്ത് നിരവധി പീഡിക ക്ഷേത്രങ്ങളുണ്ട്. പീഡിക എന്നാൽ കടയെന്നാണ് അർത്ഥം. കട പോലിരിക്കുന്ന ക്ഷേത്രങ്ങളെയാണ് പീഡിക ക്ഷേത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. കടയ്ക്കൽ എന്ന സമീപത്തുള്ള സ്ഥലത്തിന് ആ പേര് ലഭിച്ചതും അതുകൊണ്ടുകൂടിയാണ്. അഞ്ചൽ, അറയ്ക്കൽ എന്നിവിടങ്ങളിൽ പീഡിക ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഉദ്ദേശം 200 വർഷമെങ്കിലും എടുത്തു കാണും ഈ ക്ഷേത്രം നിർമ്മിക്കാൻ എന്നനുമാനിക്കാം. ക്ഷേത്രപ്പണി തുടങ്ങിയ ശില്പിയുടെ 4 തലമുറ കഴിഞ്ഞിട്ടായിരിക്കാം പണി പൂർത്തിയാക്കിയത്.
3 പുരുഷായുസ്സെങ്കിലും ഇതിനായി ചിലവാക്കി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കോട്ടുക്കലിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതിവിശാലമായ പാടമായിരുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിനു ചുറ്റും സിമന്റ് ടൈൽ പാകിയിട്ടുണ്ട്. ഹസ്തി രൂപത്തിലുള്ള ഒറ്റപ്പാറയിൽ കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് ക്ഷേത്ര നിർമ്മാണം. അതായത് ആന കിടക്കുന്നതിന് സമാനമായ ആകൃതിയിലുള്ള കൂറ്റൻ കരിമ്പാറയിലാണ് പുരാതനമായ ഈ ഒറ്റക്കൽ ഗുഹാക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്ക് ദർശനമായുള്ള 2 ഗുഹാക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. അതിപുരാതനങ്ങളായ ക്ഷേത്രങ്ങൾക്ക് വ്യക്തമോ അവ്യക്തമോ ആയ ഒന്നിലധികം ഐതിഹ്യങ്ങളുണ്ടാവും. ഹസ്തിരൂപത്തിലുള്ള ഗുഹയുടെ സ്ഥാനത്ത് വളരെ പണ്ട് ചുമ്മാട് പാറ എന്ന പാറയായിരുന്നു അത്രേ. എന്നാൽ പരമശിവന്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയായ നന്ദികേശനും പരിവാരങ്ങളും വലിയൊരു പാറ ചുമന്നുകൊണ്ട് ഈ വഴി വരികയും ക്ഷീണം തോന്നിയപ്പോൾ താങ്ങിയിരുന്ന വലിയ പാറക്കല്ല് ചുമ്മാട് പാറയിൽ ചാരി വെച്ച് വിശ്രമിക്കുകയും പാറകൾ തമ്മിൽ ഒന്നിച്ചു ചേരുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് ഇതിനെക്കുറിച്ച് ഒരു ശിവഭക്തനായ സന്യാസിക്ക് സ്വപ്ന ദർശനം ലഭിക്കുകയും അദ്ദേഹം ഈ പാറയിൽ ശിവക്ഷേത്രം നിർമ്മിച്ചു എന്നൊരു ഐതിഹ്യം. എന്നാൽ ശിവഭക്തരായ 2 ദേവതകൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ക്ഷേത്രസ്ഥാപനം നടത്തുക എന്ന ഉദ്ദേശത്തോടെ ആകാശമാർഗം സഞ്ചരിക്കുകയും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ കോഴി കൂവുകയും ചെയ്തു. സൂര്യോദയം ആണെന്ന് കരുതി അത് അവിടെ സ്ഥാപിച്ചു എന്നത് മറ്റൊരു ഐതിഹ്യമായും കരുതപ്പെടുന്നു. 2 ഗുഹകളുടെയും രൂപത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും അളവിലും ഘടനയിലുമെല്ലാം തുല്യമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. 10 അടി ഉയരവും 10 അടി നീളവും 8 അടി വീതിയിലുമുള്ള മുറികളിലാണ് 2 ശിവലിംഗങ്ങൾ പാറയിൽ നിർമ്മിച്ച പീഠത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. മുറികൾക്ക് പുറത്ത് പാറയിൽ കൊത്തിയ ഗണപതി വിഗ്രഹങ്ങളുണ്ട്. ചതുരാകൃതിയിലുള്ള മുറികളുടെ വാതിലുകളും പ്രതിഷ്ഠകളും ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്തവയാണ്. 1ാമത്തെ ഗുഹയുടെ മുൻവശത്ത് നിന്ന് നോക്കിയാൽ അകത്ത് ശിവലിംഗം കാണാം. മുറിക്ക് മുന്നിൽ പുറത്തായി നന്ദികേശൻ കിടക്കുന്നത് കാണാം. അതിനു തൊട്ടുമുകളിൽ ഹനുമാൻ. 2ാമത്തെ തെക്കുഭാഗത്തെ ഗുഹയ്ക്ക് മുന്നിൽ അഷ്ടകോണിൽ നിർമ്മിച്ച കൽമണ്ഡപമുണ്ട്. ആ ഗുഹയുടെ ഇടതുവശത്ത് ഗണപതിയുടെ വിഗ്രഹം കല്ലിൽ കൊത്തിവച്ചിട്ടുണ്ട്. നടുക്ക് നന്ദികേശനും അകത്ത് ശിവലിംഗവുമുണ്ട്. 2ാമത്തെ ഗുഹയിൽ ഹനുമാൻ പ്രതിഷ്ഠയില്ല. ക്ഷേത്രത്തിന്റെ മുന്നിൽ കൊടിയ വേനലിലും വറ്റാത്ത ഒരു കിണറുണ്ട്. കൂടാതെ യോഗീശ്വരനെ പൂജിക്കുന്ന ഒരു കല്ല് ക്ഷേത്രമുറ്റത്തും ചുമ്മാട് പാറ എന്നറിയപ്പെടുന്ന ഒരു പാറ ക്ഷേത്രത്തിന്റെ പിന്നിലും സ്ഥിതി ചെയ്യുന്നു. നിരവധി ഗുഹാക്ഷേത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാടെങ്കിലും കോട്ടുക്കൽ ഗുഹാക്ഷേത്രം അതിൽ നിന്നെല്ലാം വേറിട്ടു നിൽക്കുന്നു. സാധാരണ ഒരു ശിവലിംഗവും നന്ദികേശനും ഒരു ഗണപതിയും ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുണ്ടെങ്കിൽ ആ ക്ഷേത്രം പൂർണ്ണ ശിവക്ഷേത്രം എന്നറിയപ്പെടുന്നു. ബാക്കിയുള്ളതെല്ലാം ഉപദേവതാമാരാണ്. അങ്ങനെയാണെങ്കിൽ കോട്ടുക്കലിലെ 2 ഗുഹകളും ഓരോരോ പൂർണ്ണക്ഷേത്രങ്ങളാണ്. 2 ശിവപ്രതിഷ്ഠകൾക്കുമൊപ്പം 2 ഗണപതി പ്രതിഷ്ഠയും ഹനുമാൻ, നാഗരാജാവ് എന്നീ ഉപദേവതകളും. MC റോഡിൽ വടക്കുഭാഗത്തു നിന്ന് വരുന്നവർക്ക് ആയൂർ നിന്നും 5 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലെത്താം. തിരുവനന്തപുരത്തു നിന്നും വരുന്നവർക്ക് നിലമേൽ കടയ്ക്കൽ വഴി കോട്ടുക്കൽ എത്തിച്ചേരാം. ക്ഷേത്രത്തിന്റെ പിന്നിൽ കാണുന്ന ഈ ചുറ്റുമതിൽ കെട്ടിയിരിക്കുന്ന പാറയെ അരിനിരത്തും പാറ എന്ന് വിളിക്കപ്പെടുന്നു. കൂട്ടിക്കൽ ദുർഗാക്ഷേത്രത്തിലെ ഉത്സവ ദിവസത്തിലെ അവസാന നാളിൽ ദേവിയുടെ ഉടവാൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഈ അരിനിരത്തും പാറയിൽ വെച്ച് പൂജിച്ച് തിരികെ കൊണ്ടുപോകുന്നത് എല്ലാ വർഷവും നടക്കുന്ന ഒരു ചടങ്ങാണ്. അങ്ങനെ പ്രതിഷ്ഠാ സവിശേഷതകൾ കൊണ്ടും പെരുമ കൊണ്ടും സമ്പന്നമായ കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി മഹാദേവന്റെയും മഹാഗണപതിയുടെയും അനുഗ്രഹങ്ങളാൽ സമ്പുഷ്ടമാകുവാൻ എല്ലാ ഭക്തർക്കും കഴിയുമാറാകട്ടെ. നമ്മുടെ പഴമയും പൈതൃകങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിക്കുവാൻ എല്ലാ വിശ്വാസികൾക്കും കഴിയട്ടെ. എല്ലാ ഭക്തർക്കും നന്മകളുണ്ടാവട്ടെ. ഓം നമഃ ശിവായ നമഃ.